ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഉപയോഗശൂന്യമായി പത്തനംതിട്ട സുബല പാർക്ക് പദ്ധതി 3 പതിറ്റാണ്ട് മുൻപ് ആരംഭിച്ച പദ്ധതി ഇപ്പോഴും പാതി വഴിയിലാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഓഡിറ്റോറിയവും കാട് കയറി നശിക്കുകയാണ്. പട്ടികജാതി വകുപ്പിന്റെ ചുമതലയിലാണ് പത്തനംതിട്ട നഗരസഭയിലെ സുബല പാർക്ക് പദ്ധതി ആരംഭിക്കുന്നത്. 4.5 കോടിയുടെ പദ്ധതിയിൽ ഇതുവരെ ചെലവാക്കിയത് 2.9 കോടി രൂപ. 2021 പാർക്കിന്റെ 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അധികം താമസിക്കാതെ വീണ്ടും അടച്ചു. പൊതുപരിപാടികൾക്കും കല്യാണങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഓഡിറ്റോറിയം നിർമ്മിച്ചെങ്കിലും അത് ഉപയോഗശൂന്യം. ഈ കൺവെൻഷൻ സെന്റർ ഇവിടെ കിടന്നിട്ട് ഇപ്പോൾ ഒരു 10-20 വർഷത്തോളമായി. ഇത് 2-3 ഉദ്ഘാടനങ്ങൾ ഇതിൻ്റെ പേരിൽ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ നാളുകളിലായിട്ട് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് ജനങ്ങളെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അറിയാം. അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ ആ ഇലക്ഷൻ ഒരു മുന്നോടിയായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ നടത്തുക, വോട്ട് വാങ്ങിക്കുക, പോവുക. ഇതാണ് ഇപ്പം ഒരു വോട്ടിംഗ് തന്ത്രമായി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയായി സുബല പാർക്ക് മാറിയിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് വെട്ടിപ്പുറത്ത് സുബല ടൂറിസം പദ്ധതി വിഭാവനം ചെയ്തത്. ലക്ഷങ്ങൾ ചെലവാക്കി വിശാലമായ സ്ഥല സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഒരുക്കിയെങ്കിലും പിന്നീട് പദ്ധതി മന്ദഗതിയിലായി. ഗേറ്റ് വേ, കൺവെൻഷൻ സെന്റർ, കിച്ചൺ ബ്ലോക്ക്, ഡ്രൈനേജ്, കോഫി ഏരിയ, ബോട്ടിംഗ്, എക്സിബിഷൻ സ്പേസ്, കംഫർട്ട് സ്റ്റേഷൻ, ഷട്ടിൽ കോർട്ട്, കുളം നവീകരണ സംരക്ഷണ പ്രവർത്തനങ്ങൾ, തിയേറ്റർ, ഗെയിമിംഗ് ബ്ലോക്ക്, ഗ്രീൻ റൂം, കുട്ടികളുടെ പാർക്ക്, പൂന്തോട്ടം, ചുറ്റുമതിൽ എന്നുവേണ്ട സർവവും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 3 ഘട്ടമായിട്ടായിരുന്നു പദ്ധതി നിർവഹണം. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും നടപ്പായത് 1ാം ഘട്ടം മാത്രം. പട്ടികജാതി വകുപ്പ് ആവശ്യപ്പെട്ടാൽ നവീകരണം ഏറ്റെടുക്കാൻ സാധിക്കുമെന്നാണ് നഗരസഭയുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടുണ്ടെങ്കിലും നടപടികൾ കാലതാമസം നേരിടുകയാണ്. പട്ടികജാതി വിഭാഗത്തിലെ ജനങ്ങളുടെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ ആദ്യം പൂർത്തിയാക്കേണ്ടത് ഇത്തരം പദ്ധതികളാണെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.